ഹായ് ഫ്രണ്ട്സ്, മോൺ ബ്ലാങ്ക് എക്സ്പ്ലോറർ. ഈ പെർഫ്യൂം അറിയപ്പെടുന്നത് വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രീഡ് അവൻഡസ് എന്ന പെർഫ്യൂമിൻ്റെ ഒരു ക്ലോണായിട്ടാണ് മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. ക്രീഡ് അവൻഡസ് എന്ന പെർഫ്യൂം ഞാൻ മുമ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഓപ്പണിങ്ങും ഇതിൻ്റെ ഓപ്പണിങ്ങും ഏകദേശമൊക്കെ സെയിമായിട്ട് തന്നെ വരുന്നത്. പക്ഷേ ക്രീഡ് അവൻഡസിൽ ഒരു പൈനാപ്പിൾ നോട്ട് വരുന്നുണ്ട്. ഈ പെർഫ്യൂമിൽ ആ പൈനാപ്പിൾ നോട്ട് നമുക്ക് കിട്ടില്ല. ഇത് ആദ്യാവസാനം വരെ കിട്ടുന്നത് ഒരു വുഡി അരോമാറ്റിക് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഈ ക്രീഡ് അവൻഡസുമായിട്ട് ഒരു ഓപ്പണിങ്ങിൽ ഒരു 10 മിനിറ്റ് മാത്രമാണ് സാമ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ വുഡി അരോമാറ്റിക് ആയിട്ട് ഒരു യുണീക്കായിട്ടുള്ള സ്മെല്ല് തന്നെയാണ്. ക്രീഡ് അവൻഡസുമായിട്ട് വലിയ സാമ്യമൊന്നും പിന്നീട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. ക്രീഡ് അവൻഡസിന് നമുക്കറിയാം ഏകദേശം 35,000 40,000 റേഞ്ച് വരുന്ന ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ലക്ഷറി പെർഫ്യൂമാണ്. ഈ പെർഫ്യൂമിന് ഏകദേശം വരുന്നത് 44,000 5,000 ഒക്കെ അകത്ത് വരുന്നൊരു പെർഫ്യൂമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പെർഫ്യൂം എന്തായാലും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പെർഫ്യൂമാണ്. നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ്. ഏത് ഒക്കേഷനിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വിൻ്ററിൽ ഉപയോഗിക്കാം, അതുപോലെ സമ്മറിൽ ഉപയോഗിക്കാം. ഏത് ഒക്കേഷനിൽ വേണമെങ്കിലും നമുക്ക് ഓൾ അറൗണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പെർഫ്യൂമാണ്. ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്. നല്ലൊരു വെഴ്സറ്റൈലായിട്ടുള്ള സ്മെല്ലാണ് വരുന്നത്, ജനറിക്കായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഏത് ഒക്കേഷനിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ചിട്ട് ധൈര്യമായിട്ട് നമുക്ക് സിഗ്നേച്ചർ സ്മെല്ലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പെർഫ്യൂമാണ്. വാല്യൂ ഫോർ മണിയാണ്. പിന്നെ ഇതിൽ വരുന്ന നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ബർഗമോട്ട്, ക്ലാരസേജ്, പിങ്ക് പെപ്പർ, അതുപോലെ ലെതർ, വെട്ടിയവർ, ഇതൊക്കെയാണ് ഇതിൻ്റെ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ പെർഫ്യൂമിൻ്റെ എനിക്ക് ആദ്യ അവസാനം വരെ കിട്ടുന്ന ഒരു വുഡി അരോമാറ്റിക് ആയിട്ടുള്ള സ്മെല്ലാണ്. ലെതറിൻ്റെ സ്മെല്ലൊന്നും എവിടെയും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് പല ആൾക്കാർക്കും പല രീതിയിലാണ് പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റുക. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു പെർഫ്യൂമാണിത്. നന്നായിട്ട് ലോഞ്ചിവിറ്റി ഉണ്ട് ഈ പെർഫ്യൂമിന്. ഒരു ഏകദേശം 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ ഏകദേശം ലോഞ്ചിവിറ്റി കിട്ടുന്നുണ്ട്. പ്രൊജക്ഷനും ഏകദേശം 1.5 മണിക്കൂറോളം പ്രൊജക്ഷൻ ഉണ്ട്. ബീസ്റ്റ് മോഡ് പ്രൊജക്ഷൻ ഒന്നുമില്ല, ഒരു മിഡ് റേഞ്ച് പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളിലേക്ക് പെർഫ്യൂം ഒതുങ്ങും. പിന്നെ നമ്മൾ അടുത്ത് വരുന്ന ആളുകൾക്ക് നന്നായിട്ട് ഇത് ഫീൽ ചെയ്യാൻ പറ്റും പെർഫ്യൂം. പിന്നെ എയറിൽ ഈ പെർഫ്യൂം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പെർഫ്യൂം നമ്മൾ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും പെർഫ്യൂം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു അരോമാറ്റിക് വുഡി സ്മെല്ലായിട്ട് ആദ്യ അവസാനം വരെ ഇത് നിലനിൽക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ച് പിറ്റേ ദിവസം ഷർട്ട് എടുത്ത് നോക്കുമ്പോഴും ഇതിൽ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സ്മെല്ല് കിട്ടും. ലോഞ്ചിവിറ്റി ഉണ്ട്, പക്ഷേ ബീസ്റ്റ് മോഡൽ ലോഞ്ചിവിറ്റി ഒന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു ലോഞ്ചിവിറ്റി ഉണ്ട്. എന്തെങ്കിലും ഉപയോഗിക്കാത്തവരും എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം കൂടി ഇതിൽ അറിയിക്കുക. ആർക്കും അരോചകം ഉണ്ടാക്കാത്ത ഒരു പെർഫ്യൂം എന്നുള്ള നിലക്ക് ധൈര്യമായിട്ട് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ധൈര്യമായിട്ട് വാങ്ങാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.